നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ചയുടെ വാർത്തയാണ് പുറത്തു വന്നത്. സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഞെട്ടിക്കുന്ന ഒരു വാർത്ത പോലീസിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഇന്ന് പുലർച്ചയോടുകൂടി തൃശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു അജ്ഞാത ഡ്രോൺ എത്തി, അല്ലെങ്കിൽ ഡ്രോൺ പറന്നു എന്നതാണ്. ഡ്രോണുകൾ ഇപ്പോൾ വലിയ അപകടകാരികളായ വസ്തുവാണ്. അതായത് ഡ്രോൺ ഉപയോഗിച്ച് ഈ ക്യാമറയിലൂടെ നടത്തുന്ന ചിത്രീകരണം മാത്രമല്ല, തന്ത്രപ്രധാന ഭാഗങ്ങൾ നിരീക്ഷിക്കാനും തന്ത്രപ്രധാന ഭാഗങ്ങളുടെ ചിത്രങ്ങൾ പകർത്താനും, അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ബോംബ് വർഷിക്കാനും ചെറിയ ചെറിയ മിസൈലുകൾ വർഷിക്കാൻ പോലും ഈ പറയുന്ന ഡ്രോണുകൾക്ക് ഇന്ന് ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോണുകളെ ഉൽപ്പാദിപ്പിക്കാനും ഡ്രോണുകൾ നേരിടാനുള്ള അല്ലെങ്കിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുമെല്ലാം രാജ്യങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു വരികയാണ്. പഴയ കാലത്തെ പോലെയല്ല, ഇപ്പോഴത്തെ യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലുമെല്ലാം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഡ്രോൺ. അതുകൊണ്ട് തന്നെ നിയന്ത്രണമുള്ള പ്രദേശങ്ങളിൽ ഡ്രോണുകൾ പറന്നു വന്നാൽ വലിയൊരു സുരക്ഷാ ആശങ്ക അവിടെ സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സംസ്ഥാനത്തെ നിരവധി തന്ത്രപ്രധാന ഭാഗങ്ങൾക്ക് മുകളിലൂടെ ഡ്രോണുകൾ പറക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. തൃശൂർ നഗരത്തിലാണ് ഇന്ന് അജ്ഞാത ഡ്രോൺ പറന്നിരിക്കുന്നത്. തൃശൂർ നഗരത്തിലെ സ്വരാജ് ഗ്രൗണ്ടിന് മുകളിലൂടെയും അതീവ സുരക്ഷാ ജയിലായ വിയ്യൂർ സെൻട്രൽ ജയിലിന് മുകളിലൂടെയുമാണ് ഡ്രോൺ പറന്നിരിക്കുന്നത്. ഈ ഡ്രോൺ ആരുടേതാണെന്നോ എന്തിനാണ് ഡ്രോൺ പറത്തിയതെന്നോ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഡ്രോൺ പറന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പോലീസിന്റെ മുന്നിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തിവരികയുമാണ്. ആരാണ് അതീവ സുരക്ഷാ മേഖലയിലൂടെ ഡ്രോണുകൾ പരത്തിയത്? സ്വരാജ് ഗ്രൗണ്ടിനേക്കാൾ അപ്പുറം അതീവ സുരക്ഷാ മേഖലയായ വിയ്യൂർ സെൻട്രൽ ജയിലിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയതാണ് ഇപ്പോൾ പോലീസിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു. 60 മീറ്റർ ഉയരത്തിലൂടെയാണ് ഈ ഡ്രോണുകൾ പറന്നത് എന്നാണ് സൂചന. തന്ത്രപ്രധാനമായ ഭാഗങ്ങളുടെ ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടോ എന്ന സംശയവും ഉടലെടുത്തിരിക്കുന്നു. കാര്യക്ഷമമായ അന്വേഷണം തന്നെ കേരള പോലീസ്, തൃശൂർ പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. പോലീസിന്റെ ആശങ്ക വിയ്യൂർ സെൻട്രൽ ജയിൽ തന്നെയാണ്. വിയ്യൂർ സെൻട്രൽ ജയിൽ കുപ്രസിദ്ധരായ നിരവധി കുറ്റവാളികളെ അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ്. ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അപ്രായോഗികമായ കാര്യമാണ്. പക്ഷേ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കുറ്റവാളികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഡ്രോണിന്റെ സാന്നിധ്യം ഇപ്പോൾ പോലീസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വെറും 60 മീറ്റർ ഉയരത്തിൽ വിയ്യൂർ സെൻട്രൽ ജയിലിന് മുകളിലൂടെ പറന്ന ഡ്രോൺ, ആ ഡ്രോണിന്റെ ഉദ്ദേശം എന്തായിരിക്കാം? വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഏതെങ്കിലും കുറ്റവാളികളെ രക്ഷിക്കാൻ പുറത്തുനിന്ന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഇതാണ് ഇപ്പോൾ പോലീസിന്റെ സംശയം. ഈ ആംഗിളിൽ കൂടി അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരാണ്, എന്തിനാണ് ഡ്രോൺ പറത്തിയത് എന്ന് ആദ്യം കണ്ടെത്തേണ്ടി വരും. അതിനുശേഷമായിരിക്കും വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടത്തുക. ആരാണ് ഇത് പറത്തിയത് എന്നതിനെ സംബന്ധിച്ചും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം പോകും. വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൗമ്യ വധക്കേസ് പ്രതിയായ ഗോവിന്ദച്ചാമിയുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിന്നും ഗോവിന്ദച്ചാമി രക്ഷപ്പെടാൻ ശ്രമിച്ച കാര്യം. അതിനുശേഷം ഗോവിന്ദച്ചാമിയെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഗോവിന്ദച്ചാമി ഉള്ള ജയിലാണ് ഈ വിയ്യൂർ സെൻട്രൽ ജയിൽ എന്നത് പോലീസിന്റെ ആശങ്ക കൂട്ടുന്നുണ്ട്. TP വധക്കേസിലെ പ്രതി കൊടിസുനി വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അന്തർ സംസ്ഥാന ഗുണ്ടാ നേതാവ് മരട് അനീഷും വിയ്യൂർ സെൻട്രൽ ജയിലിലുണ്ട്. 50ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അപകടകാരിയായ കുറ്റവാളി ബാലമുരുകനും വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് കഴിയുന്നത്. ഇതെല്ലാം സംസ്ഥാനത്ത് വാർത്തയായിട്ടുള്ള അതിതീവ്രമായ കേസുകളിൽ പ്രധാനപ്പെട്ട അപകടകാരികളായ ക്രിമിനലുകളിൽ അല്ലെങ്കിൽ ജയിൽവാസികളിൽ ഏറ്റവും പ്രധാനികളാണ് ഇവർ. പക്ഷെ ഇവരല്ലാതെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ മറ്റു ചില സിംഹങ്ങളും കടുവകളുമെല്ലാം ഉണ്ട്. അവർ എന്ന് പറഞ്ഞാൽ തീവ്രവാദ കേസുകളിൽ അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകളാണ്. അതീവ ഗുരുതരമായ രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ NIA അടക്കം അന്വേഷിക്കുന്ന കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളും വിയ്യൂർ സെൻട്രൽ ജയിലിലുണ്ട്. ഇതിലേറ്റവും പ്രധാനി 2019 ശ്രീലങ്കയിലെ ഒരു പള്ളി ഈസ്റ്റർ ദിനത്തിൽ ബോംബാക്രമണം നടത്തിയ പ്രതിയായിട്ടുള്ള അസറുദ്ദീൻ ഈ പറയുന്ന വിയ്യൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. 2022 കോയമ്പത്തൂർ സ്ഫോടന കേസിലും ഈ അസറുദ്ദീൻ പ്രതിയാണ്. മാത്രമല്ല, ജയിൽ ജീവനക്കാരുമായി ഇയാൾ 2-3 തവണ ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ IS ഭീകരനായിട്ടുള്ള സിദ്ദിഖുൽ അസ്ലാമും ഈ ജയിലിലുണ്ട്. മനോജ്, സന്തോഷ്, TK, അതുപോലെ തന്നെ M കാർത്തി തുടങ്ങിയ
മാവോയിസ്റ്റുകളും ഈ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. കനകമല കേസിലെ പ്രതികൾ, അതുപോലെ തന്നെ പന്തീരങ്കാവ് UAPA കേസിലെ പ്രതികൾ, ഇത് രണ്ടും ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഇങ്ങനെ ഈ കേസുകളിലെ പ്രതികളടക്കം, മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈസ്റ്റർ ബോംബിംഗ് പ്രതി അസറുദ്ദീൻ അടക്കം, സിദ്ദിഖുൽ അസ്ലാം അടക്കമുള്ള അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിപ്പെട്ടിട്ടുള്ള ഭീകരാക്രമണ കേസുകളിലെ പ്രതികളും വിയ്യൂർ സെൻട്രൽ ജയിൽ, തൃശൂരിലെ അതീവ സുരക്ഷ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോൺ പറന്നതിൽ വലിയ ആശങ്കയിലാണ് കേരള പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടത്തുകയാണ്. ജയിലുകൾ കേന്ദ്രീകരിച്ച് ഭീകര ഗൂഢാലോചനയും ഭീകര റിക്രൂട്ട്മെന്റും നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ കേരളത്തിന് നൽകിയിരുന്നതാണ്. കേരളത്തിലെ ചില ജയിലുകളിൽ താമസിപ്പിച്ചിരിക്കുന്ന ഭീകരവാദികൾ അവർ ജയിലുകൾക്കുള്ളിലും വെറുതെ ഇരിക്കുന്നില്ല. ജയിലുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ചില ക്രിമിനലുകളുമായി ഇവർ ബന്ധപ്പെടുന്നുണ്ട്. വിചാരണ തടവുകാരായും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കേസിലെ പ്രതികളായിട്ടുമൊക്കെ ഈ ജയിലുകളിലെത്തുന്ന പ്രതികളെ ഇവർ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. പിന്നീട് ഇവർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇവരെ ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള പല കേസുകളും കേരളത്തിൽ നടക്കുന്നു. കേരളത്തിലെ ജയിലുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് വിയ്യൂർ സെൻട്രലിന് മുകളിലൂടെ ഡ്രോൺ പറന്നിരിക്കുന്നുവെന്ന അതീവ ഗുരുതരമായ വാർത്തയെത്തുന്നത്. പോലീസ് കനത്ത ജാഗ്രതയിലാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന ഓരോ തടവുകാരും, പ്രധാനപ്പെട്ട തടവുകാരെയും ഇപ്പോൾ ജയിൽ അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ഡ്രോൺ പറന്നത്? ഭീകരന്മാരെ രക്ഷിക്കാനാണോ, അതോ ഗോവിന്ദചാമിയെ പോലെയുള്ള പ്രതികളെ രക്ഷിക്കാനാണോ, അതോ ഏതെങ്കിലും തരത്തിൽ അബദ്ധവശാൽ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഡ്രോൺ എത്തിയതാണോ? പോലീസ് കാര്യക്ഷമമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് സൂചന.